ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് റിലേഷൻഷിപ്പിന്റെ കറന്റ് എനർജിയാണ്. നിങ്ങളുടെ എനർജി ആൻഡ് പേഴ്സന്റെ എനർജി, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. ഒന്ന് ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യുക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി? എന്താണ്? ടെമ്പറൻസിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ എനർജി നോക്കാം. ഏസ് ഓഫ് വാൻസിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം കറന്റ്ലി നിങ്ങളുടെ പേഴ്സന്റെ എനർജിനകത്ത് ഒരു എല്ലാം കൺട്രോളിലാക്കുന്ന അല്ലെങ്കിൽ കൺട്രോളിൽ വെച്ചിരിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ എല്ലാം ബാലൻസ് ചെയ്തേക്കാണ്. അവരുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും, ഇമോഷൻസ്, ഫീലിങ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു ബൗണ്ടറിയിൽ സെറ്റ് ചെയ്ത് ബാലൻസിലിരിക്കുന്ന ഒരാളുടെ എനർജിയാണ്. അവരുടെ മനസ്സ് വളരെ സെൻസിറ്റീവാണ്. പക്ഷേങ്കിൽ ഒരു ലിമിറ്റിനപ്പുറം ഇവരൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഈവൻ ചിലപ്പോൾ ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് അതിനെ ബാലൻസിലേക്ക് കൊണ്ടുവന്നു, കൺട്രോളിലേക്ക് കൊണ്ടുവന്നു. ഒന്നും എക്സ്പ്രസ്ഡ് ആവുന്നില്ല, തുറന്ന് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ തുറന്ന് ഫീലിങ്സിനെ കാണിക്കാത്തത് പോലെയുള്ളൊരു ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഇവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. സോ ആ ബൗണ്ടറിക്കകത്തോട്ട് അങ്ങോട്ട് കടത്തി വിടുന്നുമില്ല, എന്നാൽ ഇവരെ ഭാഗത്തുനിന്ന് അങ്ങോട്ടൊന്നും എക്സ്പ്രസ്ഡ് ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ആ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. നിങ്ങളുടെ എനർജിനകത്ത് ഏസ് ഓഫ് വാൻസിന്റെ എനർജിയാണ് വന്നേക്കുന്നത്. നിങ്ങളിപ്പോൾ സ്വയം ഒരു ന്യൂ ലൈഫിന് ചൂസ് ചെയ്തതുപോലെയാണ്. അതായത് നിങ്ങളിപ്പം കൂടുതലായിട്ടും നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഒരു ന്യൂ വേവ് ലെങ്ത്തിലൂടെ പോകുന്നത് പോലെയാണ് നിങ്ങളുടെ എനർജി. ഓക്കെ, അതായത് നിങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രിയോറിറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പം പ്രയത്നിക്കുന്നത് പോലെയാണ്. ഓക്കെ, പക്ഷേ നിങ്ങളിങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റഡ് ആവുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണ് അവരുടെ ലൈഫിൽ ബാലൻസ് നഷ്ടമാവുകയാണ്. അതായത് അവരെല്ലാം ബാലൻസിലേക്ക് കൊണ്ടുവന്നേക്കാണ്, ബാലൻസിലാണ്, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം ആ എനർജിയിൽ ഒരു മാറ്റം വന്നതുപോലെ ഉള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. 10 of Wands എനർജി വന്നിട്ടുണ്ട്. ഡബിളിന്റെ എനർജി വന്നിട്ടുണ്ട്. ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ്, കറണ്ട് എനർജി. ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഫൂൾ കാർഡ്. ഏസ് ഓഫ് പെൻഡക്കിൾ. ഹെയറോഫന്റ്. ഓക്കെ, അപ്പം ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് മാസ്റ്റർ കാർഡ് വന്നിട്ടുള്ളത് 2 of സോർഡ്സിന്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ട്. അവർക്ക് കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ തുടക്കം പറഞ്ഞു, ഈ പേഴ്സൺ ഫുൾ ബാലൻസ്ഡിലാണ് നിൽക്കുന്നത്. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പകുതിയായപ്പോൾ മുതൽ ഇവരുടെ ലൈഫിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് പഴയതുപോലെ സ്നേഹം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ പഴയതുപോലെ നിങ്ങളടുത്ത് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ടാവും. പക്ഷെ കറന്റ്ലി ഇപ്പോഴുള്ളൊരു എനർജിയിൽ ബൗണ്ടറി ഉണ്ട്, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അവർക്ക് ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ട്, എന്നാൽ ഡിസിഷൻ എടുക്കണ്ട എന്നുണ്ട്. ഇനി എന്ത് തീരുമാനിക്കണം എന്നുള്ള കാര്യത്തിനും വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡിനകത്ത് കാണാൻ പറ്റുന്നത്. ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഡിസിഷൻ എടുക്കുന്നതിനകത്ത് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടായിട്ട് തോന്നുക. ഒരുപാട് ചിന്തിച്ചിട്ട് പോലും ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഒരു ചോയ്സ് അവർക്ക് എടുക്കാൻ പറ്റാത്തൊരു എനർജിയാണ്. 10 of Wands എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ്. അവർക്കിപ്പം എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റികൾ ഉണ്ട്. അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. പക്ഷെ എങ്കിലും അതൊക്കെ അവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആവാൻ പറ്റുന്നില്ല. ഇവരുടെ സ്ട്രെസ് ഓവർലോഡഡ് ആണ്. ഓക്കെ, ഇത് ഈ പേഴ്സൺ ഇപ്പം ഇത് സ്ട്രെസ്സായിട്ട് തോന്നുന്നതിൻ്റെ ഒരു കാരണമാണ് നിങ്ങളുടെ
ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ ചേഞ്ച് ഈ പേഴ്സണെ നല്ല രീതിക്ക് തന്നെ ബാധിച്ചിട്ടുണ്ട്. അതായത് അവരുടെ എനർജിയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഡബിളിന്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഈ പേഴ്സന്റെ ഒരു തോട്ട്സിനകത്ത് അല്ലെങ്കിൽ ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കുടുങ്ങിപ്പോയി അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ സ്ട്രക്ക്ഡ് ആണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. ഓക്കെ, അതായത് അവർക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല. അവർ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അവർ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റൊമാൻറ്റിക് എനർജി ഉണ്ട്, ഫിസിക്കൽ അട്രാക്ഷൻസ് ഉണ്ട്. ഇവരുടെ ബിഹേവിയർക്ക് ഇവരുടെ ലൈഫിൽ നിങ്ങളെ മാറ്റി നിർത്തുമ്പം ഇവർക്ക് ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ഡബിളിന്റെ എനർജിനകത്ത് കൺട്രോളിങ് ആണ് വരുന്നത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനെ വേറെ എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ അട്രാക്ട് ആവുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഈ പേഴ്സൺ നല്ല രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഈ പേഴ്സൺ ഒരു ഷാഡോ സെൽഫ് കൊണ്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഇവൾ നിങ്ങൾ തമ്മിൽ അടിപിടി ഉണ്ടായിരുന്ന സമയത്തോ ആർഗ്യുമെന്റ്സ് കാര്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ എന്തെങ്കിലും ഒരു കുറവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചിട്ടുണ്ടാവാം. എന്തോ ഒരു കാര്യം അവരുടെ ഉള്ളിൽ ഒരു ഷാഡോ പോലെ കിടക്കുന്നുണ്ട്. അതായത് ഒരു നെഗറ്റീവ് പോലെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അത് ഇപ്പൊ നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു റൊമാൻറ്റിക് എനർജി ഫീൽ ചെയ്യുമ്പോഴും പെട്ടെന്ന് ഇവർക്ക് അതിനെ എതിർത്തുകൊണ്ട് ഈ ഒരു നെഗറ്റീവ് പോയിന്റ് കയറി വരിക. ഓക്കെ, അതായത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സംസാരിച്ചിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം, നിങ്ങൾ അവരോട് ചെയ്തിട്ടുള്ള പ്രവൃത്തികളായിരിക്കാം ഒരു ഷാഡോ സെൽഫ് കൊണ്ടു നടക്കുന്നത് പോലെ ഇവിടെ കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസിന്റെ എനർജി വന്നതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. മെയിനായിട്ടും ഒരു ഫെമിനീൻ എനർജിയാണ് കൂടുതലായിട്ടും തേർഡ് പാർട്ടിയുടെ ഇതിൽ കാണുന്നത്. സോ ഈ തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു സീക്രട്ട് പോലെ ഒരു ഹിഡൻ പോലെ നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പരസ്പരം അറിയാതെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഈ പേഴ്സൺ മറച്ചു പിടിച്ചിട്ടുണ്ട്. ഇവരുടെ ലൈഫിൽ ചില ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളെ അറിയിച്ചിട്ടില്ല. അത് ഇപ്പോഴും ഹൈഡ് ആയിട്ടൊരു സീക്രട്ട് പോലെ ഒരു മിസ്റ്ററി പോലെ അവിടെ കിടപ്പുണ്ട് എന്നുള്ള രീതിയിൽ അത് തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചിട്ടാണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ അതിൽ വരുന്ന കാര്യങ്ങളായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി പാസ്റ്റ് ലൈഫിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ അവരുടെ ലൈഫിലുണ്ട്. മീൻസ് നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് എന്താണോ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണോ അതിലുള്ള ചില ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മറച്ചു പിടിക്കുന്നുണ്ട്. അതൊന്നും തന്നെ ഷെയർ ആക്കിയിട്ടില്ല നിങ്ങളുടെ അടുത്ത്. ഏസ് ഓഫ് സോർട്സിന്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് മെന്റൽ ക്ലാരിറ്റി ഇല്ലായ്മ വളരെ കൂടുതലാണ്. അതായത് ഓൾറെഡി നമ്മൾ തുടക്കം പറഞ്ഞു ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അവർക്ക് കറക്റ്റായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അത് മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ആണ്. സോ അതുകൊണ്ട് തന്നെ മെന്റൽ ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. ഈ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ മൈൻഡ് കറക്റ്റ് ഒന്നിലേക്ക് ഫോക്കസ്ഡ് ആക്കാൻ അവർക്ക് പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഡിസിഷൻ എടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും അവരൊരു പ്രോപ്പർ ഡിസിഷൻ എടുത്തിട്ടില്ല, ഒരു ആക്ഷൻ അവരെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഡിസിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഒരു സക്സസ് കൊണ്ടുവരണം എന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഷാർപ്പ് മൈൻഡ് ആകാൻ പറ്റുന്നില്ല. മെന്റൽ ക്ലാരിറ്റി ഇല്ലായ്മ കാരണം ഒരു ഡിസിഷൻ കറക്റ്റായിട്ട് എടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഈ പേഴ്സണ് നിങ്ങളുടെ കൂടെ ഒരു ന്യൂ ലൈഫ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പാസ്റ്റിലെ അല്ലാതെ തന്നെ പുതിയൊരു ലൈഫ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ന്യൂ ഫീലിങ്സ് ഈ പേഴ്സണ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ തരത്തിലുള്ള വിചാരങ്ങളാണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് വരുന്നത്. ആൻഡ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ നിങ്ങളെ വളരെയധികം അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബിക്കോസ് ഈ പേഴ്സന്റെ ലൈഫിൽ അബൻഡൻസ്, പ്രോസ്പെരിറ്റി, അങ്ങനെയുള്ള സ്റ്റെബിലിറ്റി കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരാൾ നിങ്ങളായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് അതിലൊരു കയ്യൊപ്പുണ്ട്. നിങ്ങളുടെ പ്രസൻസ് കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് ഈ പേഴ്സണ് ലൈഫിൽ അബൻഡൻസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒരു ന്യൂ ലൈഫ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ ഈ പേഴ്സണൽ ലൈഫിനകത്ത് ഇപ്പം അവർ മൂവ് ചെയ്യുമ്പം അവർക്ക് ന്യൂ കരിയർ ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, അതായത് പുതിയതായിട്ടാണ് അവരുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലും പുതിയതായിട്ട് തന്നെ കാര്യങ്ങൾ നടക്കണം. ഒരു ന്യൂ ബിഗിനിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഹെയറോഫിനിന്റെ എനർജി വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള കമ്മിറ്റ്മെന്റ് വളരെ
വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെന്റ് ആയിരിക്കാം. നിങ്ങളുടെ ബോണ്ടിങ് എങ്ങനെയായിരിക്കാം ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത്, റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ വളരെയധികം ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ അത്രയും ഡീപ്പ് കണക്ഷൻ ആയിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നിട്ടുള്ള ആളുകളായിരിക്കാം. ഈ ഒരു വ്യക്തി മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ആ ഒരു എനർജി ഇവിടെ ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ റിലീജിയൻ പ്രോബ്ലം അല്ലെങ്കിൽ ഏജ് ഡിഫറൻസും ആയിരിക്കാം. ആൻഡ് അതേപോലെ തന്നെ ഈ ഒരു വേറെ ഒരു ഹൈ ലെവൽ കമ്മിറ്റ്മെന്റ് ആണ് ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടുള്ളത്. സോ അതാണ് ഇപ്പം പ്രശ്നമായിരിക്കുന്നത്. അതായത് ആദ്യം ഭയങ്കര ഡീപ്പ് കണക്ഷൻ ആയിരുന്നു, പക്ഷെ ഇപ്പം അത്രയും ഡീപ്പ് കണക്ഷൻ ആയിട്ടില്ല. നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് ഉള്ളത്. സോ അതൊക്കെ കൊണ്ട് തന്നെ ഫുൾ കാർഡിന്റെ എനർജിയാണ്. ഒരു റിയൂണിയൻ വേണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാരിറ്റി കുറവും ഇല്ലാതെ വളരെ ജെനുവൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സെൽഫ് ഡൗട്ട് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ട്രസ്റ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ന്യൂ ബിഗിനിങ് സ്റ്റേജ് വേണം എന്നുള്ളത് ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഹൈഡിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഇനിയും നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ നിങ്ങൾക്കും ഉണ്ടാവുമായിരിക്കും. ഈ പേഴ്സൺ എന്തായാലും ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ട്. അവർക്ക് തന്നെ അവരുടെ ലൈഫിൽ പലതും ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ആലോചിക്കുന്നത് നല്ലതാണോ ഇതാണോ അതാണോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒരുപാടുണ്ട്. ഈ പേഴ്സണും ഉണ്ട്. ഓക്കെ, അവരുടെ ലൈഫിൽ ഒന്നാമത്തെ റീസൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. സൺ കാർഡിന്റെ എനർജി വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളാണ് അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സോ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കൊണ്ടുവരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ലൈഫ് കംപ്ലീറ്റ് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസൻസും കൂടി ഇവർക്ക് ആവശ്യമാണ്. ഓക്കെ, ഇത് സൺ കാർഡാണ്, വളരെ പോസിറ്റീവാണ്. അപ്പം നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു റിയൂണിയൻ പ്രതീക്ഷിക്കാവുന്നതാണ്. പോസിറ്റീവാണ്, ക്ലെയിം ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഒരു സെലിബ്രേഷൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹാപ്പിനെസ് ആണ് എന്നുള്ള രീതിയിലാണ് സൺ കാർഡ് കാണിച്ചു തരുന്നത് കേട്ടോ. അതായത് അവരുടെ ജീവിതത്തിൽ ഒരു ലൈറ്റാണ്, ഒരു വെളിച്ചമാണ് നിങ്ങളെന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും സ്ട്രെങ്ത്തിന്റെ കാർഡും സ്റ്റാർ കാർഡും വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ എവിടെയും പോവില്ല അല്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ അവിടെ വെക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് റിലേഷൻഷിപ്പ് ഉള്ള സമയത്തെ ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നിട്ടുണ്ടാവണം. അതായത് നിങ്ങൾ ഇനി എവിടെയും പോവില്ല, എന്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ സ്റ്റിൽ അവിടെ തന്നെ ഉണ്ടാവുമായിരിക്കും എന്നുള്ളത് ഇവർ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം അവർക്ക് ഹോപ്പ്ലെസ് ആയി പോകുന്നത് പോലെ, അതായത് ഇപ്പം അവരുടെ ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ അവർക്ക് തോന്നുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങളുടെ ചേഞ്ച് ആയിരിക്കാം. അതാണ് ഞാൻ തുടക്കമേ പറഞ്ഞത്, നിങ്ങളുടെ ചേഞ്ച് ഇവരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. സോ ആ ഒരു ചേഞ്ച് കാരണമായിരിക്കും ഈ പേഴ്സൺ, നിങ്ങളായിരിക്കാം ആദ്യം അങ്ങോട്ട് ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും ആ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ എവിടെയും പോകില്ല, അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളത്. അത്ര വാല്യൂ ആക്കി എടുത്തിട്ടുണ്ടാവില്ല ആ ഒരു സമയത്ത്. പക്ഷെ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ആ വാല്യൂ മനസ്സിലാവുന്നുണ്ട്, ആ ബോണ്ടിങ് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് നിങ്ങളിലേക്ക് വരേണ്ട ഒരു ടെൻഡൻസിയാണ്. അതായത് ഇത്രയും നാളും നിങ്ങൾ ചേസ് ചെയ്തു, ഇനി ഈ പേഴ്സൺ ചേസ് ചെയ്യാൻ പോകുന്നത് പോലെയുള്ളൊരു എനർജിയാണ്. ബിക്കോസ് നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പം, നിങ്ങൾ ഈ ഒരു എനർജീനെ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പം ഈ പേഴ്സൺ നിങ്ങളുടെ എനർജി മിസ് ചെയ്യാണ്. ഓക്കെ, കാരണം നിങ്ങളുടെ പ്രസൻസ് അവിടെ ഇല്ല. അപ്പോഴാണ് അവർക്ക് അവിടെ ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് എന്തെങ്കിലും, സോൾമേറ്റ് ഓർ ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പം ഹീൽ ചെയ്യാൻ, ഇവരുടെ ഹീലിംഗ് ആവശ്യമാണ്. പക്ഷെ ഹീൽ ചെയ്യാൻ പോലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പം പറ്റുന്നില്ല. ഓക്കെ, കാരണം നിങ്ങളിലേക്ക് കൂടുതലായിട്ടും ഹോപ്പ്ലെസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോവാണ്. പഴയതുപോലെ ഒന്നും കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ പേഴ്സണ് പറ്റുന്നില്ല. അത് നമ്മൾ തുടക്കമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പേഴ്സണ് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നത് പോലെയാണ്. സ്ട്രെങ്ത്തിന്റെ കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ വളരെയധികം ഒരു സ്ട്രെങ്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ പഴയ ബോണ്ടിങ്ങിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഈ പേഴ്സൺ ഇപ്പം വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് ഇപ്പം അവർക്ക് നിങ്ങളെ കൈവിട്ടു പോയതുപോലെയാണ്, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെടുത്തിയോ എന്നുള്ളൊരു നഷ്ടബോധം അവർക്കുള്ളതായിട്ടുണ്ട്. ഒരു പേടി വരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഉണ്ടാവുന്നത് പോലെ, ഭയങ്കരമായിട്ട് ഉത്കണ്ഠ വരിക. നിങ്ങൾ പോയോ, നിങ്ങളിപ്പം ചെല്ലുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ തന്നെ സ്റ്റിൽ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള തോട്ട്സ് കാര്യങ്ങൾ അവരെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, എന്നാൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊരു ചിന്ത വരുന്നത് കൊണ്ട് തന്നെ ഇവർ ഇന്നർ സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ ഇടയിൽ ആവശ്യം എന്നുള്ളത് അറിയാം. അതായത് ക്ലാരിറ്റി ഇല്ലായ്മയാണ് മെയിൻലി പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നർ സ്ട്രെങ്ത് ആണ് ആവശ്യം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജി വന്നിട്ടുണ്ട്.
നിങ്ങളുടെ നേരെ സമയം തിരിയുകയാണ്. അതായത് ഇത്രയും നാളും നിങ്ങളാണ് ഇതിനകത്ത് വളരെയധികം കഷ്ടപ്പെട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് കഷ്ടപ്പാട് സഹിച്ചും നിങ്ങളാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് റിലേഷൻഷിപ്പിനെ തിരിച്ചെടുക്കാൻ എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നേരെ തിരിച്ച് എന്നുള്ള രീതിയിലാണ്. അതായത് നിങ്ങൾ ചെയ്ത എഫേർട്ടിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത്. ഓക്കെ, ഇപ്പം ആ പേഴ്സണ് വാല്യൂ മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഓരോ സ്പ്രെഡിനകത്തും അത് കാണാം. പേഴ്സന്റെ ഒരു ടെൻഷൻ, അതായത് ഇപ്പം ഭയങ്കരമായിട്ടും ടെൻഷൻ അടിക്കുന്ന പോലെയാണ്. സോ ആ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കൈവിട്ട് പോയോ എന്നുള്ളൊരു ടെൻഷനാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ചേസിങ് നിർത്തിയിട്ടുണ്ടാകാം. ഓക്കെ, ഇത് കൂടുതലും റെസനേറ്റ് ആവുന്നത് ഇങ്ങനെ ചേസിങ് നിർത്തി അവനവന്റെ ലൈഫിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും. അത് ഞാൻ എടുത്തു പറയുകയാണ്. സോ അങ്ങനെ നിങ്ങൾ പോയതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളുടെ എനർജി അവിടെ നിങ്ങൾ ലെറ്റ്ഗോ ചെയ്തതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ എനർജി മിസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇനി സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. അതായത് ഒരു കാർമിക് ലൈഫിലൂടെ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകും. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജിലൂടെ അവരും ഇനി കടന്നു പോകും എന്നുള്ളതാണ്. ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഒരു കാർമിക് ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലൂടെയാണ് ഈ റിലേഷൻഷിപ്പിൽ കടന്നു പോയത് അതേ സിറ്റുവേഷനിലൂടെ ഈ പേഴ്സണും കടന്നു പോകും. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ്ഡ് ആയിട്ടും അതുപോലെ നിങ്ങൾ ഈ ഒരു വിഷയം ലെറ്റ്ഗോ ചെയ്തപ്പോഴുമാണ് ഈ പേഴ്സൺ ഇങ്ങനൊരു എനർജി വന്നിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണ്? ക്യൂൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് വളരെ അട്രാക്ഷൻ തോന്നുന്ന ഒരു എനർജിയാണ്. നിങ്ങളടുത്ത് വളരെയധികം അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പ്രാക്ടിക്കലായി തുടങ്ങി, നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. അവരുടെ ഹെൽപ്പില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, അവരുടെ ഹെൽപ്പില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ തന്നെ അവരുടെ ലൈഫ് മുന്നോട്ട്, അവരില്ലാതെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന ഈ പേഴ്സൺ ഇപ്പൊ വിചാരിക്കുന്നുണ്ട്. എംപ്രസിന്റെ എനർജി വന്നിട്ടുണ്ട്. ഈ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഒരു അൺകണ്ടീഷണൽ ലവ് ഫീലിങ്സ് കാര്യങ്ങൾ, പുതിയ പുതിയ ഫീലിങ്സുകൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. റൊമാൻറ്റിക് ഫീൽ ഉണ്ട് ആൻഡ് സെക്ഷുവലി നിങ്ങളുടെ അടുത്ത് അട്രാക്ഷൻ വരുന്നുണ്ട്. ഒരു ഗ്രോത്ത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്തായാലും നിങ്ങളുടെ ഇടയിൽ എടുക്കണം എന്ന് ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഒരു ഒറ്റപ്പെട്ടൊരവസ്ഥ ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. സ്റ്റെപ്പ് ബാക്ക് ചെയ്താണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. പക്ഷെ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുമ്പോഴും മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോഴും ഓർക്ക് പറ്റുന്നില്ല. മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ അങ്ങനെ ട്രൈ ചെയ്യുമ്പോഴും ഈ പേഴ്സൺ അത് പറ്റുന്നില്ല. അവർക്ക് എലോൺ ആയിട്ട് ഫീൽ ചെയ്യാണ്. അവരുടെ ബേക്കിൽ സ്നേഹം കൊടുക്കാൻ ആളുകളുണ്ട്, പക്ഷെ എങ്കിലും ഈ പേഴ്സൺ ഒറ്റപ്പെട്ടൊരു അവസ്ഥയാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ പ്രസൻസ് വളരെയധികം ആഗ്രഹിക്കും. എന്താണ് അവരുടെ ഫീലിങ്സ്? 10 ഓഫ് സോട്സിന്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നുണ്ട്. ഓൾറെഡി അവർ ഭയങ്കര ടെൻസ്ഡ് ആണ്, ടെൻഷൻ അടിച്ചാണ് നിൽക്കുന്നത്. കറന്റ്ലി ഇപ്പൊ നിങ്ങളുടെ എനർജി അവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥയിലൂടെയും ഈ പേഴ്സൺ കടന്നു പോകുന്നുണ്ട്. അതായത് ഈ സിറ്റുവേഷൻ വന്നത്, നിങ്ങളുടെ ഇടയിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നത് നിങ്ങളുടെ പേഴ്സൺ കാരണം തന്നെയാണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഇവർക്ക് അതിൽ ഒരു മനസ്സില്ലാ മനസ്സോടെ അവർക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു. അതായത് നിങ്ങളുടെ നേർക്ക് ഒരു ബ്രേക്കപ്പ് പോലെ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് പോലെയുള്ള ഒരു കാര്യം അവർക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷെ അത് അവർക്ക് പെയിൻഫുൾ ആണ്. ആ സിറ്റുവേഷൻ അവർക്ക് പെയിൻഫുൾ ആണ്. അവരൊരിക്കലും ചിരിച്ചുകൊണ്ടല്ല അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് എന്നുള്ള രീതിയിലാണ്. സോ ഇത് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം. അതായത് ഈ ഒരു എൻഡിങ് എന്ന് പറയുന്നത് അവർക്കും പെയിൻഫുൾ തന്നെയാണ്, നിങ്ങളെപ്പോലെ തന്നെ അവർക്കും പെയിൻഫുൾ. പക്ഷെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുക നിങ്ങളായിരിക്കാം. സോ അതുകൊണ്ടായിരിക്കും പേഴ്സൺ അത് തിരിച്ചടിക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടത്. ഓക്കെ, മനസ്സിലാക്കി ഇതൊരു ടെമ്പററി എനർജിയാണ് കേട്ടോ. ഇതൊരു ടെമ്പററി അവസ്ഥ മാത്രമാണ്, പെർമനന്റ് അല്ല. ഈ ഒരു നിങ്ങൾ തമ്മിൽ എൻഡിങ്ങോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു മാറ്റം ഉറപ്പായിട്ടും ഇവിടെ വരുന്നതാണ്. ബിക്കോസ് ഇതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു അവസ്ഥ, താൽക്കാലികം മാത്രമാണ് എന്നുള്ള രീതിയിലാണ്. നിങ്ങളുടെ പേഴ്സണ് ഫിയർ ഉള്ളതായിട്ട് കാണുന്നുണ്ട്, പേടി. ഇപ്പം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് വളരെയധികം പേടിയുള്ളതുപോലെ, അതായത് ഇത് പൂർണ്ണമായും കയ്യിൽ നിന്ന് പോയോ എന്നൊക്കെയുള്ള ഭയങ്കരമുള്ള ടെൻഷൻ, ഒരു നഷ്ടബോധം, പേടി തോന്നുക അതിനോട്. അപ്പം അത് തിരിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ട്. അവര് പഴയതുപോലെ ബാലൻസ് ചെയ്ത് വെച്ചതുപോലെ അവർക്കൊന്നും ഇപ്പം ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ തുടക്കം കണ്ട ആ പേഴ്സൺ എനർജി എല്ലാം ബാലൻസ്ഡ് ആക്കി ബൗണ്ടറിയിൽ വെച്ചേക്കുന്ന ഒരാളുടെ എനർജിയാണ്. ഇവിടെ മാസ്റ്റർ കാർഡും അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ കറന്റ്ലി അവർക്ക് അവരങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്, ആക്ഷൻ എടുത്തിട്ടില്ല. പക്ഷെ
പക്ഷെ അവരുടെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഫീലിങ്സും തോട്ട്സും എല്ലാം ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെയാണ് ഉള്ളത്. ഓക്കെ, നമുക്കിനി യൂണിവേഴ്സ് മെസ്സേജ് നോക്കാം. നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് ആണ് കേട്ടോ. 8 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ. നിങ്ങളുടെ ലൈഫ് എങ്ങനെ മൂവ് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മൂവ് ചെയ്ത് പോവാം. അതിന്റെ 8 ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നേർക്ക് ഒരു സ്പീഡ് ആക്ഷൻ വരാനുള്ള സാധ്യത, അതായത് ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മെത്തേഡുകൾ കാര്യങ്ങൾ യൂസ് ചെയ്യുകയോ അങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു, അഫർമേഷൻസ് പറയുകയോ എന്തെങ്കിലും മന്ത്രാസ് ചാൻഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ പോവുകയാണ്, അല്ലെങ്കിൽ അതിനൊരു ഡിലേ ഇല്ലാണ്ട് പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോവുകയാണ്. സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് പാത്താണ്, അത് കറക്റ്റാണ്, നിങ്ങളത് കണ്ടിന്യൂ ചെയ്തോളൂ എന്നുള്ളതാണ്. എംപററിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അത് ഗൈഡൻസ് ആണ്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഓർഡർ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ഒരു ഡിസിപ്ലിൻ ഓർഡറും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എന്നുള്ള ഒരു ഗൈഡൻസ് കാണുന്നുണ്ട്. ഒരു കാര്യം കൂടി എടുക്കാം. നിങ്ങളടുത്ത് നിങ്ങളുടെ പേഴ്സണൽ പവറിനെ ബിലീവ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളെ തന്നെ വിശ്വസിക്കുക, സെൽഫ് ഡൗട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പവറിനെ നമുക്കിപ്പോൾ എന്തെങ്കിലും പവർ ഉണ്ട്, അതായത് ചില ആളുകൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വർക്ക് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൈക്കിക് എബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്യുക, അതിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് സോഡിയക് സൈൻ നോക്കാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സിൽ സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്. മൂലം, പൂരാടം, ഉത്രാടമാണ്. കാപ്രിക്കോൺ വന്നിട്ടുണ്ട്. ഉത്രാടം, തിരുവോണം, അവിട്ടമാണ്. ടോറസ് വന്നിട്ടുണ്ട്. കാർത്തിക, രോഹിണി, മകീരം. ജമിനി വന്നിട്ടുണ്ട്. മകീരം, തിരുവാതിര, പൂർണ്ണതം. സ്കോർപിയോ വന്നിട്ടുണ്ട്. വിശാഖം, അനിരം, തൃക്കേട്ട. കാപ്രിക്കോൺ വന്നിട്ടുണ്ട്. ഉത്രാടം, തിരുവോണം, അവിട്ടം. ലിയോ വന്നിട്ട് മകം, പൂരം, ഉത്രാണ് കേട്ടോ. അക്യൂറിയസ് വന്നിട്ടുണ്ട്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി. സാജിറ്റേറിയസ് മൂലം, പൂരാടം, ഉത്രാടം. ഏരിയസ് വന്നിട്ട് അശ്വതി, ഭരണി, കാർത്തിക. സാജിറ്റേറിയസ് എഗെയിൻ വന്നിട്ടുണ്ട്. ഒന്നും കൂടി സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്. ലിബ്ര വന്നിട്ടുണ്ട്. ചിത്തിര, ജ്യോതി, വിശാഖം. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ക്ലൂസ് നോക്കാം. ലെറ്റർ പി വന്നിട്ടുണ്ട്. 12 വന്നിട്ടുണ്ട്. 40 വന്നിട്ടുണ്ട്. 22 വന്നിട്ടുണ്ട്. ലെറ്റർ എ വന്നിട്ടുണ്ട്. 36 വന്നിട്ടുണ്ട്. 24, 23 വന്നിട്ടുണ്ട്. 49 വന്നിട്ടുണ്ട്. 43 വന്നിട്ടുണ്ട്. ലെറ്റർ ആർ 11, 1 വന്നിട്ടുണ്ട്. ലെറ്റർ ഒ വന്നിട്ടുണ്ട്. 42 വന്നിട്ടുണ്ട്. 37 വന്നിട്ടുണ്ട്. 33 വന്നിട്ടുണ്ട്. ലെറ്റർ ഒ വന്നിട്ടുണ്ട്. ലെറ്റർ ആർ വന്നിട്ടുണ്ട്. 11 അഗെയിൻ വന്നിട്ടുണ്ട്. 5 വന്നിട്ടുണ്ട്. ലെറ്റർ എ അഗെയിൻ വന്നിട്ടുണ്ട്. 19 ആൻഡ് 9. ഓക്കെ, നിങ്ങൾക്കുള്ള ക്ലൂസ് ഇതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ റീഡിംഗ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.